എന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടല്ലേ. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഈ സ്ത്രീകളുടെ അവകാശങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ഈ തരത്തിലുള്ള ഇച്ഛാശക്തി പ്രകടമാകുന്നില്ല എന്നുള്ളത് ഒരു വളരെ വലിയ ചോദ്യമാണ്. അടുത്ത കാലത്ത് ഒരു നിയമം പാസ്സായി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുന്നു, ഗാർഹിക പീഡന നിരോധന നിയമം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഈ ഒരു നിയമം എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഒരുപാട് സ്ത്രീ സംഘടനകളുടെ കൂട്ടായ പ്രവർത്തനം മൂലമാണ് അങ്ങനെ ഒരു ബില്ല് പാസ്സാകാനിടയായത്. 2005 ആ ബില്ല് പാസ്സാക്കി. 2006 അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാസ്സായി. 2006 മുതലാണ് യഥാർത്ഥത്തിൽ അത് നടപ്പിലാക്കപ്പെടാൻ തുടങ്ങിയത്. നമ്മുടെ കേരളത്തിൽ ഏറെക്കുറെ മോശമല്ലാത്ത രീതിയിൽ തന്നെ ഈ ബില്ലിന്റെ പ്രവർത്തനങ്ങൾ, ഈ നിയമത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് മിക്കവാറും എല്ലാ ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട്. പിന്നെ കോടതിയിൽ നേരിട്ട് പോയിട്ട് പിന്നെ പെറ്റീഷൻ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഈ നിയമം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ സ്ത്രീകളുടെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ രാജസ്ഥാനാണ് ഏറ്റവും മുന്നിൽ വന്നത്. അതിനുശേഷം ഈ ബില്ല് അല്ലെങ്കിൽ ഈ നിയമം ഉപയോഗിച്ചിട്ടുള്ളത് കേരളമാണെന്നാണ് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ ഈ ബില്ലിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ നിയമത്തെ കുറിച്ചുള്ള അറിവ് സ്ത്രീകളുടെ നല്ലോണം പ്രചരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ